السلام عليكم ورحمة الله وبركاته. تفسير درس 32. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون. صدق الله مولانا العظيم. ഫവൈലുൻ, അപ്പോൾ വൈലി എന്ന നരകത്തിലെ കഠിനമായ ശിക്ഷയുള്ള താഴ്വര അല്ലെങ്കിൽ നാശമായ നാശമെല്ലാം, സങ്കടമായ സങ്കടമെല്ലാം ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ്. എങ്ങനെയുള്ള നിസ്കാരക്കാർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നിസ്കാരത്തിനെ തൊട്ട് അവർ അശ്രദ്ധരാണ്. പിന്നെ എങ്ങനെയുള്ളവർ? അല്ലദീന ഹും യുറാഊൻ, അവർ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഈ ആയത്ത് നമുക്ക് പാഠം നൽകുന്നത് റിയാ എന്ന വലിയ രോഗം, അത് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. ആ റിയാ നമ്മുടെ മനസ്സിൽ വന്നുപോയാൽ നരകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷയുള്ള വൈലി എന്ന താഴ്വരയിലായിരിക്കും നമ്മുടെ താമസം എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. റിയാ അത് ചെറുതായി കാണേണ്ടതല്ല. ചെറിയ ശിർക്ക് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാഇനെ കുറിച്ച് പറഞ്ഞത്. ശിർക്ക് നമുക്കറിയാം, ഏത് പാപങ്ങൾ അള്ളാഹു പൊറുത്താലും ശിർക്ക് ഒരിക്കലും അള്ളാഹു പൊറുക്കുകയില്ല. ആ ശിർക്കിലാണ് റിയാഇനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെടുത്തിയത് എന്ന് മനസ്സിലാകുമ്പോൾ റിയാഇൻ്റെ ഗൗരവം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഖവ്വഫു അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ മേലിൽ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. അശ്ശിർക, ശിർക്കിനെ ഭയപ്പെടുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അത്തുശ്രിക്കു ഉമ്മത്തുക മിൻ ബഅദിക, അവിടുത്തെ കാലശേഷം അവിടുത്തെ സമുദായം ശിർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇന്നഹും ലാ യഅ്ബുദൂന ശംസൻ വലാ ഖമറൻ വലാ ഹജറൻ വലാ വസനൻ. അവർ ശിർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ സൂര്യനെയോ ചന്ദ്രനെയോ കല്ലിനെയോ ബിംബങ്ങളെയോ അവർ ആരാധിക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെയോ യുറാഊന നാസ ബി അഅമാലിഹിം, അവർ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അവർ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ധർമ്മം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ജനങ്ങൾ കാണണം എന്ന ഉദ്ദേശ്യം കയറി വരും. നല്ല രൂപത്തിൽ നമ്മൾ നിസ്കരിക്കുകയാണ്, വളരെ ഇഖ്ലാസോടെ. അപ്പോഴായിരിക്കും നാലാളുകൾ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ദൃഷ്ടിയിൽപ്പെടുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നിസ്കാരത്തിൽ ഉന്മേഷം കൂടുകയാണ്. ഇതേപോലെ തന്നെ വളരെ ഇഖ്ലാസോടുകൂടെ ധർമ്മം ചെയ്യുന്ന മനുഷ്യൻ, നാലാളുകൾ അവൻ ധർമ്മം ചെയ്യുന്നത് അറിയുന്നുണ്ട് എന്ന് വരുമ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സുഖം ഇങ്ങനെ അറിയാതെ കയറി വരുന്നതാണ് റിയാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർരിയാഉ അഖ്ഫാ മിനൻ നംലത്തി സൗദാ അല സഖറത്തി സൗദാ ഫിൽ ളുൽമത്തി സൗദാ. കറുത്തിരുണ്ട രാത്രിയിൽ കറുത്ത പാറക്കല്ലിൻ്റെ മുകളിൽ
കറുത്ത ഒരു ഉറുമ്പുണ്ടെങ്കിൽ ആ ഉറുമ്പ് എത്രമാത്രം ഗോപ്യമായിരിക്കുമോ അതിനേക്കാൾ ഗോപ്യമാണ് റിയാ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ ആ റിയായിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയായിൽ പറഞ്ഞു, ഈമാനു മർഇൻ ലാ യകൂനു തകാമുലാ ഹത്താ യറാ നാസം ബിഇബ്ലിൻ മുസ്സിലാ. ഈമാനു മർഇൻ, ഒരു മനുഷ്യൻ്റെ വിശ്വാസം, ഈമാൻ, ലാ യകൂനു തകാമുല, അത് പൂർണ്ണമാവുകയില്ല. ഹത്താ യറാ നാസൻ, മനുഷ്യരെ അവൻ കാണുന്നത് വരെ, ബിഇബ്ലിൻ മുസ്സിലാ, ഒട്ടകങ്ങൾക്ക് സമാനമായിട്ട് കാണുന്നത് വരെ. നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ധർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നാലാളുകൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അവൻ്റെ മനോഭാവം എങ്ങനെയായിരിക്കണം? അവനെ ശ്രദ്ധിക്കുന്നത് ഒട്ടകങ്ങളാണെങ്കിൽ അവൻ്റെ മനോഭാവം എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കണം. എന്നെങ്കിലേ അവൻ്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ആഖിറത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന നിസ്കാരം അല്ലെങ്കിൽ ധർമ്മം അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങൾ, അതിൽ മാത്രമല്ല ഈ റിയാ കടന്നു വരുന്നത്. ചില ആളുകൾ മനസ്സിലാക്കിയത് അത്തരം കർമ്മങ്ങൾ മാത്രമേ റിയാ ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല, ഭൗതിക കാര്യങ്ങളിൽ വരെ റിയാ കടന്നു വരും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതും റിയായിൽപ്പെട്ടതു തന്നെ. ഒരു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും എൻ്റെ വസ്ത്രം ഒന്ന് കാണണം, അല്ലെങ്കിൽ നല്ല ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അതിങ്ങനെ വീശി നടന്ന് എല്ലാവരും എൻ്റെ മൊബൈൽ ഫോണൊന്ന് കാണണം. അങ്ങനെയുണ്ട് ചില യുവാക്കൾക്ക്. അവർ എപ്പോഴും മാറ്റി മാറ്റി മൊബൈൽ ഫോൺ വാങ്ങിക്കും. ജനങ്ങളെ കാണിക്കാനാണ് ഉദ്ദേശ്യം. അതുപോലെ തന്നെ വാഹനങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നവർ, എൻ്റെ വാഹനം ഇത്ര വിലയുള്ള വാഹനമാണ്, എല്ലാവരും അതൊന്ന് കാണണം. ആ നിലക്ക് പ്രദർശനത്വര, ആ പ്രദർശനത്വരയും റിയായിൽപ്പെട്ടതാണ്. കഠിനമായ ഈ വൈലിൽ കടക്കാൻ കാരണമാകുന്ന റിയായിൽപ്പെട്ടതാണ് എന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ നിഅമത്ത് നമ്മളിൽ പ്രകടമാവുക എന്ന നിലക്ക് നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് നല്ല വസ്ത്രം അണിയുന്നതോ അല്ലെങ്കിൽ മുടി ചീകുന്നതോ അല്ലെങ്കിൽ നല്ല രൂപത്തിൽ പുറത്തിറങ്ങുന്നതോ അതൊന്നും ഒരിക്കലും തെറ്റല്ല. ജനങ്ങൾ കാണാൻ വേണ്ടിയാവരുത്. ഇന്ന് ചില സ്ത്രീകൾക്കൊക്കെ അവർ ഒരു വിവാഹത്തിന്, ഒരു കല്യാണത്തിന് പോയാൽ ആ കല്യാണത്തിന് ധരിച്ച ഡ്രസ്സ് വേറെ ഒരു കല്യാണത്തിന് പോകാൻ ധരിക്കുകയില്ല. അപ്പോൾ അവിടെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശ്യം ജനങ്ങളെ കാണിക്കലാണ്. ഞാൻ നേരത്തെ ഉടുത്ത ആ ഡ്രസ്സ് അന്ന് കണ്ട ആളുകൾ കാണുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണത്തിന് ആ ഡ്രസ്സ് ഉടുക്കാത്തത്. അപ്പം അങ്ങനെയുള്ള പ്രദർശനത്വര അത് ഒരിക്കലും കടന്നു വരാൻ പറ്റുകയില്ല. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾ തെളിഞ്ഞു കാണണം എന്ന നിലക്ക് നമ്മൾ ഭംഗിയാകുന്നതിന് വിരോധം ഇല്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇദാ അറാദൽ ഖുറൂജ, അവിടുന്ന് പുറത്തേക്കിറങ്ങാൻ ഉദ്ദേശിച്ചാൽ സവ്വാ ഇമാമത്തഹു, അവിടുത്തെ തലയിക്കെട്ട് ശരിയാക്കും, വശാറഹു മുടിയും ശരിയാക്കും,
വനളറ വജ്ഹഹു ഫിൽ മിർആത്തി, മുഖം കണ്ണാടിയിൽ നോക്കി വളരെ ഭംഗിയാക്കും. അപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അവ തഫ്അലു ദാലിക യാ റസൂലല്ലാഹ്, തങ്ങളും ഇങ്ങനെ ചെയ്യുകയാണോ നബിയെ, തങ്ങളും ഇങ്ങനെ ഭംഗി കൂട്ടുകയാണോ നബിയെ? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഇന്നല്ലാഹ യുഹിബ്ബു മിനൽ അബ്ദി അൻ യതസയ്യന ലി ഇഖ്വാനിഹി ഇദാ ഖറജ ഇലൈഹിം. ജനങ്ങളിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഭംഗിയാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് ഭംഗിയാകുന്നത് കുഴപ്പമില്ല. അതേ സമയത്ത് ജനങ്ങൾ കാണണം എന്ന ത്വരയോടുകൂടെ വസ്ത്രം ധരിക്കുന്നതും മൊബൈൽ ഫോൺ വീശി നടക്കുന്നതും അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കുന്നതുമൊക്കെ തെറ്റാണ്. അതൊക്കെ റിയാഇൽ പെടുന്നതാണ് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഈ വൈലി എന്ന നരകത്തിൽ കടക്കാൻ കാരണമാകുന്ന ഈ റിയാഇൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മളൊക്കെ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഈ സാന്ദർഭികമായി ഉണർത്തുകയാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംലി. അബൂബക്കറെ, ശിർക്ക് എന്ന് പറയുന്നത് അത് ഉറുമ്പിൻ്റെ ഏച്ചിലിനേക്കാൾ ഗോപ്യമാണ് കേട്ടോ. വസഅദുല്ലുക അലാ ശൈഇൻ ഇദാ ഫഅൽതഹു അദ്ഹബ അൻക സഗായിറ ശിർക്കി വകിബാറഹു. അബൂബക്കറെ, നിനക്ക് ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. അത് ചെയ്യുക വഴി എല്ലാ ചെറിയ ശിർക്കുകളും വലിയ ശിർക്കുകളും നിന്നിൽ നിന്ന് അകന്നു പോകും. അങ്ങനെയുള്ള ഒരു കാര്യം നിനക്ക് ഞാൻ അറിയിച്ചു തരാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നു, ഓ അബൂബക്കറെ, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇത് 3 പ്രാവശ്യം പറയണം. തഖൂലുഹാ സലാസൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിശ്ചയം നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, അൻ ഉശ്രിക ബിക, നിന്നിൽ ഞാൻ പങ്കു ചേർക്കുന്നത്, വ അന ആലമു, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നത്, വ അസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, ലിമാ ലാ അഅലം, ഞാൻ അറിയാതെ സംഭവിച്ചു പോയ ശിർക്കിൽ നിന്ന്. ഇങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ എല്ലാവിധ ശിർക്കുകളിൽ നിന്നും അല്ലാഹു തആല അവന് സംരക്ഷണം നൽകും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി കാണുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.